ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹത്തിൽ ഒരെണ്ണമാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ നടത്താനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഓരോരുത്തർ പറഞ്ഞ് കേട്ടും ഒക്കെ എനിക്ക് ആ ഒരു സ്ഥലത്ത് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു യാത്ര പോകുന്നത് കേട്ടോ. എങ്ങോട്ടാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഈ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളും ഒക്കെ കണ്ട് കണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഭംഗി, നമ്മൾ ഈ ഓരോ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇവിടെ നിന്ന് പോകണ്ട, അവിടെ നിന്നാലും എന്നൊക്കെയുള്ള ഓരോ തോന്നലുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ആ സ്ഥലം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പോലും തോന്നാത്ത ആ ഒരു രീതിയിലായിരുന്നു. അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ ഒരു പുതിയൊരു മെമ്പർ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെമ്പർ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലായിടും ഒന്ന് കറങ്ങാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഈ പോകുന്നത്. അപ്പം ഞാൻ കാണിക്കാം കേട്ടോ, എത്താറാവുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ന്യൂ ഒരു മെമ്പറിനെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ മെമ്പർ. അപ്പം ഈ മെമ്പറിനെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ വന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലനട ദുര്യോധന ക്ഷേത്രമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ ദുര്യോധന ക്ഷേത്രം. അതുപോലെ തന്നെ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വ്യൂ ആയിരുന്നു. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു വയലിലും കാര്യങ്ങളും ഒക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴുത് എന്തായാലും ഭഗവാൻ ഇങ്ങനെ ഒരുപാട് നാൾ ഞാൻ ആഗ്രഹിച്ചതാണ് കേട്ടോ. ഞാൻ എൻ്റെ പഠിക്കുന്ന സമയം തൊട്ട് ഞാനിങ്ങനെ കേൾവി മാത്രമേ ഉള്ളൂ. മലനട ക്ഷേത്രം, മലനട അപ്പൂപ്പൻ, അവിടുത്തെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കള്ളും അതുപോലെ എന്താ മുറുക്കാൻ, അതൊക്കെയാണ് കോഴി, അതൊക്കെയാണ് ഇവിടെ മലനാട് അപ്പൂപ്പന് നമ്മൾ നിവേദ്യമായിട്ട് കൊടുക്കുന്നതൊക്കെ. അങ്ങനെ ഞാനും കള്ളും അതുമെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. കാര്യം സത്യത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് അച്ചടി നടക്കും എന്നൊക്കെയാണ് കേട്ടോ എന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഞാനും എന്തായാലും അപ്പൂപ്പൻ്റെ മുന്നിലെത്തി. ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ മലനട ദുര്യോധന ക്ഷേത്രത്തിലാണ് കേട്ടോ. നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാനായിട്ട്. കണ്ട് വയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല, അത്രയും മനോഹരമായ ഒരു സ്ഥലം. നല്ല പ്രശ്നം. മലനട അമ്പലത്തിൽ, ഈ മലനട അമ്പലത്തിൽ വരുന്നവരൊക്കെ ഈ മൂലസ്ഥാനം എന്നാൽ ഞാൻ കറക്റ്റ് ബോർഡ് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ സത്യമാണ് കേട്ടോ, നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്നാണ് ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നത്. അപ്പം പക്ഷേ സംഭവം കൊള്ളാൻ കേട്ടോ. നല്ല ഇതിന് വേറൊരു അമ്പലം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുക. എന്ത് പറയുന്നൊരു, നമ്മൾ ഈ മലനടയിൽ തന്നെ നമ്മൾ മെയിൻ ക്ഷേത്രത്തിൽ ദുര്യോധന ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടുന്ന് അകത്തോട്ട് കുറേ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അവിടെ എല്ലാം വന്ന് തൊഴണമെന്ന് ഇവിടെ ഉള്ളവരിങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അങ്ങോട്ടൊക്കെ അകത്തോട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ചെന്ന് തൊഴുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ വിചാരിച്ചത് നടക്കുമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഈ ചെമ്പിട്ട കൊട്ടാരത്തിൽ പിന്നെ കുറച്ചുകൂടെ പോകുമ്പോൾ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് പോകാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടൂടെ നമുക്ക് പോയിട്ട് വരാം. ഇത് നമ്മുടെ മലനട ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രം എന്ന് പറയും. ചെമ്പിട്ട കൊട്ടാരം എന്നാണ് എടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുതൊക്കെ വന്ന് അവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ നേരിച്ചു കേട്ടോ. അപ്പോഴുണ്ട് നല്ല മഴയൊക്കെ പൊടിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, മൊത്തം നനയണ്ടാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും കയറി ഇച്ചിരി നേരം അവിടെ ഇരുന്ന് കേട്ടോ. അന്നേരം തൊട്ടടുത്തൊരു ഐസ്ക്രീമിൻ്റെ വണ്ടി കിടന്ന്. മഴയൊന്നും നമ്മളന്ന് കാര്യമാക്കത്തില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് കുറേ ഐസ്ക്രീമൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ വന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരും പോകണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.